ബീഹാറിലെ വനിതാ യുവ വോട്ടർമാർ കൈവിട്ടതോടെയാണ് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് മഹാസഖ്യം കൂപ്പുകുത്തി വീണത്. യാദവ മുസ്ലിം മേഖലകളിൽ പോലും NDA നടത്തിയ മുന്നേറ്റം മഹാസഖ്യത്തെ സത്യത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒവൈസിയുടെ പാർട്ടിയും പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിയും പിടിച്ച വോട്ടുകൾ മഹാസഖ്യത്തിന്റെ പരാജയം കൂടുതൽ ദയനീയമാക്കി. തൊഴിലില്ലായ്മയും പിന്നാക്കാവസ്ഥയും സജീവ ചർച്ചയാക്കി യുവാക്കളുടെ നേതാവായി തേജസ്വി യാദവിനെ ഉയർത്തിക്കാട്ടി ബീഹാറിൽ ഭരണം പിടിക്കാമെന്ന മഹാസഖ്യത്തിൻ്റെ കണക്കുകൂട്ടലുകളാണ് തെറ്റിയത്. സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും യുവ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരും മഹാസഖ്യത്തെ കൈയൊഴിഞ്ഞു. യാദവ മുസ്ലിം ശക്തി കേന്ദ്രങ്ങളിൽ പോലും യുവ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരും NDAക്ക് അനുകൂലമാണ് വിധി എഴുതിയത്. ഫലത്തിൽ ബീഹാറിൽ പുതിയൊരു മുസ്ലിം യൂത്ത് അഥവാ MY കോമ്പിനേഷനാണ് ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുന്നത്. മുസ്ലിം യാദവ വോട്ട് ബാങ്കുകൾ കേന്ദ്രീകരിച്ചായിരുന്നു മഹാസഖ്യത്തിൻ്റെ പ്രചാരണം. മുന്നോക്ക വിഭാഗങ്ങളെയോ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ടവരെയോ ആകർഷിക്കുവാൻ മുന്നണിക്ക് സാധിച്ചില്ല. സീമാഞ്ചൽ പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഒവൈസിയുടെ പാർട്ടി വോട്ട് കട്ടറായി മാറി. സർക്കാരിനെതിരെ വികാരമുള്ള യുവാക്കളുടെ വോട്ടിൽ ഒരു ഭാഗം പ്രശാന്ത് കിഷോറും കൊണ്ടുപോയി. ഇതും മഹാസഖ്യത്തിൻ്റെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടി. മഹാസഖ്യത്തിൽ RJDക്കും CPIM-ലും മാത്രമാണ് ബൂത്ത് തലത്തിൽ സംഘടനാ സംവിധാനമുള്ളത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റൊരു പാർട്ടികൾക്കും താഴെ തലത്തിൽ വിപുലമായ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല. ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത മഹാപരാജയമാണ് ബീഹാർ ജനത ഇത്തവണ മഹാസഖ്യത്തിന് നൽകിയത്. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.